നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. VM സുധീരനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനാണ് സുധീരൻ ശ്രമിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി കൃത്രിമക്കാലുകൾ വിതരണം ചെയ്തു. കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ മണക്കാട് റോഡ് ജംഗ്ഷനിൽ അപകടം തുടരുന്നു. ഇതുവഴി സഞ്ചരിച്ചാൽ ഏതു വാഹനവും അപകടത്തിൽപ്പെടുമെന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ. സീബ്ര ലൈനുകൾ മാഞ്ഞതുമൂലം തൊടുപുഴ നഗരത്തിൽ യാത്രക്കാർ വലയുന്നു. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. വിശുദ്ധനായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മനം നിറഞ്ഞ് ഫാദർ ഇമ്മാനുവേൽ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. VM സുധീരനെതിരെ വീണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ബാർ ലൈസൻസ് വിഷയത്തിൽ പ്രായോഗിക സമീപനമാണ് വേണ്ടതെന്ന് വെള്ളാപ്പള്ളി സുധീരനെ ഓർമ്മിപ്പിച്ചു. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനാണ് സുധീരൻ ശ്രമിക്കുന്നത്. ആരോ ഫീഡ് ചെയ്തത് സുധീരൻ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ബാറുകൾ അടച്ചപ്പോൾ 10 കോടി രൂപയുടെ അധിക വരുമാനമാണ് ബിവറേജസ് കോർപ്പറേഷന് പ്രതിദിനം ലഭിക്കുന്നത്. അതിനർത്ഥം മദ്യവ്യവസായത്തിലെ ഏറ്റവും വലിയ കുത്തക സർക്കാരാണെന്നാണ്. സർക്കാരാണ് യഥാർത്ഥ മദ്യമാഫിയ. മദ്യപാനികളെ വൃത്തിഹീന സാഹചര്യത്തിൽ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നത് സർക്കാർ തന്നെയാണ്, വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ബാറുകൾ നിർത്തിയപ്പോഴത്തേക്ക് 10 കോടി രൂപ ഒരു ദിവസമായിട്ട് സിവിൽ സപ്ലൈസിൽ കൂടി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുത്തക ഈ വ്യവസായം നടത്തുന്നത് സർക്കാരാണ്. അപ്പോൾ മദ്യ മാഫിയ എന്ന് പറഞ്ഞാൽ സർക്കാരാണ് യഥാർത്ഥ മാഫിയ എങ്കിൽ അവരാണ്. അപ്പോൾ ബാറ് നടത്തുന്നതും ഔട്ട്ലെറ്റ് നടത്തുന്നതും രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കോടിക്കണക്കിന് രൂപ കടം മേടിച്ച് സർക്കാരിനോട് അപേക്ഷിച്ച് സർക്കാർ അംഗീകരിച്ച് ലൈസൻസ് കൊടുത്തിട്ടാണ് അവർ നടത്തുന്നത്. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി കൃത്രിമക്കാലുകൾ വിതരണം ചെയ്തു. ആദം സ്റ്റാർ കോംപ്ലക്സിലെ റോട്ടറി ക്ലബിന് എതിർവശത്തുള്ള പുളിമൂട്ടിൽ ആർക്കേഡിലാണ് കൃത്രിമക്കാലുകളുടെ വിതരണം നടന്നത്. തൊടുപുഴയിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 29 പേർക്കാണ് സൗജന്യമായി കൃത്രിമക്കാലുകൾ വിതരണം ചെയ്തത്. കോയമ്പത്തൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തൊടുപുഴ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് കെ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുനിസിപ്പാലിറ്റി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ മുഖ്യ അതിഥിയായിരുന്നു. ഏറ്റവും സമൂഹത്തിൽ സഹായം ആവശ്യമുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തന ശൈലി റോട്ടറി ക്ലബിൻ്റെ ആഗോളതലത്തിൽ തന്നെ ഉണ്ട്. തൊടുപുഴ റോട്ടറി ക്ലബ്ബും വളരെ സജീവമായി നിന്ന് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് നന്നായി പ്രവർത്തിക്കുന്ന ഒരു റോട്ടറി ക്ലബിൻ്റെ യൂണിറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യരംഗത്ത് വളരെയേറെ പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പാക്കി വരികയാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം പനിയും ഡെങ്കിപ്പനിയും മറ്റ് പകർച്ചവ്യാധികളെല്ലാം ഉണ്ടായപ്പോൾ നമ്മുടെ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സേവനം അവർക്ക് ലഭ്യമാക്കിക്കൊണ്ട് റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റുമാരായ കെ ജയചന്ദ്രൻ, ഡോക്ടർ ബിജു ചെമ്പരത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. കമ്മ്യൂണിറ്റി സർവീസ് ഡയറക്ടർ ഡോക്ടർ CV ജേക്കബ് സ്വാഗതവും റോട്ടറി ക്ലബ് സെക്രട്ടറി ടിനി തോമസ് നന്ദിയും പറഞ്ഞു. കല്യാൺ സിൽക്സ് 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ 3ാമത്തെ ആഴ്ചയിലെ നറുക്കെടുപ്പ് നടന്നു. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു.
ഉപഭോക്താക്കൾക്കായി 1.5 കോടി രൂപയുടെ സമ്മാനങ്ങളുമായാണ് കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ നടത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായുള്ള 3ാമത് ആഴ്ചയിലെ നറുക്കെടുപ്പാണ് കല്യാൺ സിൽക്സിന്റെ പൊറ്റമൽ ഷോറൂമിൽ നടന്നത്. പരിപാടി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ 100% വിശ്വാസം നേടിയെടുക്കാൻ കല്യാൺ സിൽക്സിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഏറ്റവും കൂടുതൽ കല്യാൺ സിൽക്സ് ശ്രദ്ധിച്ചിട്ടുള്ളത് കുടുംബങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ 100% കല്യാൺ സിൽക്സ് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നറുക്കെടുപ്പിൽ ടൊയോട്ടോ ലിവ കാറിന് തൃശൂർ സ്വദേശി കിരൺ അർഹനായി. പദ്ധതിയുടെ ഭാഗമായുള്ള ബൈക്കുകൾ, ടെലിവിഷൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയവയുടെ നറുക്കെടുപ്പും നടന്നു. മേയർ പ്രൊഫസർ AK പ്രേമചന്ദ്, A പ്രദീപ് കുമാർ MLA, മാതൃഭൂമി ഡയറക്ടർ PV ചന്ദ്രൻ, കല്യാൺ സിൽക്സ് MD പട്ടാഭിരാമൻ, ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, KP നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ മണക്കാട് റോഡ് ജംഗ്ഷനിൽ അപകടം തുടരുന്നു. ഇതുവഴി സഞ്ചരിച്ചാൽ ഏതു വാഹനവും അപകടത്തിൽപ്പെടുമെന്ന സ്ഥിതിയാണ്. 2 മാസത്തിനിടെ ചെറുതും വലുതുമായ 22 അപകടങ്ങളാണ് ഇവിടെ മാത്രം റിപ്പോർട്ട് ചെയ്തത്. വാഹനങ്ങളുടെ അമിതവേഗമാണ് ഇതിന് കാരണം. വേണ്ടത്ര മുന്നറിയിപ്പുകളോ ബോർഡുകളോ ഇല്ലാത്തതാണ് ഇവിടെ അപകടം വർദ്ധിക്കാൻ കാരണമാകുന്നത്. ബൈപ്പാസ് റോഡ് നിർമ്മിച്ചപ്പോൾ തന്നെ ഇവിടെ അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് റോഡ് ഉദ്ഘാടനത്തിനു ശേഷം മണക്കാട് തൊടുപുഴ റോഡിൽ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസ് സന്ധിക്കുന്ന ഭാഗത്ത് ഇരുവശത്തും ഹബ്ബുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ ഭാഗമായ ബൈപ്പാസിലൂടെ അമിത വേഗത്തിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നതാണ് റോഡ് കുറുകിക്കടക്കുന്ന വാഹനയാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ഇവിടെ 3 വാഹനാപകടങ്ങളുണ്ടായി. റോഡ് കുറുകെ കടക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ബൈപ്പാസിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിക്കുന്ന കാഴ്ചയാണ്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ കാർ സ്കൂട്ടറിൽ ഇടിച്ച് യാത്രക്കാരനെ ഏറെ ദൂരം വലിച്ചുകൊണ്ടുപോയിരുന്നു. ചെറിയ പരിക്കുകളോടെ യാത്രക്കാരൻ രക്ഷപ്പെട്ടിരുന്നു. ഇതിന് ഒരു ദിവസം മുൻപ് വനിത ഓടിച്ച കാറിൽ വാൻ ഇടിച്ച് കാറിന് കാര്യമായ തകരാറ് സംഭവിച്ചിരുന്നു. അതിനു തലേ ദിവസവും ഇവിടെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിട്ടുണ്ട്. ബൈപ്പാസ് റോഡ് തുറന്നതിൽ പിന്നെ പാലാ റൂട്ടിൽ നിന്നും മൂവാറ്റുപുഴ റൂട്ടിൽ നിന്നും ഇരുഭാഗത്തേക്കും പോകേണ്ട അനവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ബൈപ്പാസിലൂടെ പോകുന്ന വാഹന ഡ്രൈവർമാർക്ക് ഇടവഴിയിലൂടെ വേറെ വാഹനം വരുന്ന വിവരം അറിയാതെ നല്ല വേഗത്തിൽ വരുന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. മണക്കാട് റോഡിൽ നിന്ന് നോക്കിയാൽ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുന്നത് വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. ഇവിടെ ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തതാണ് അപകടം വർദ്ധിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ബൈപ്പാസ് റോഡിലൂടെ വരുന്ന യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ഡിവൈഡറുകളോ അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റുകളോ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. BBC ന്യൂസ് തൊടുപുഴ. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവകരുണയുടെയും വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമന്റെയും തിരുനാൾ ആഘോഷിച്ചു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് മംഗലശ്ശേരി തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. പാറമടയിൽ കഠിനാധ്വാനം ചെയ്ത് അഷ്ടിക്ക് വക കണ്ടെത്തേണ്ടി വന്നു. അദ്ദേഹത്തിന് സൈന്യ സേവനത്തിന് പോയി. ഹിറ്റ്ലറുടെ കാലത്ത് ഒളിവിൽ താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിൽ അവിടുന്ന് ഒരു വൈദികനാകാൻ ജോൺ പോൾ രണ്ടാമനെ തിരഞ്ഞെടുത്തതും അദ്ദേഹം വൈദികനാവുകയും പിന്നീട് മെത്രാനാവുകയും അവസാനം സഭയിലെ ഏറ്റവും പോപ്പുലറായ ജനസമ്മതിയുള്ള പാപ്പായായിട്ട് ലോക തീർത്ഥാടകൻ എന്നറിയപ്പെടുന്ന മാർപ്പാപ്പയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും വലിയ വിശുദ്ധിയുടെ ജീവിതമായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ ജോൺ 23-ാമൻ മാർപ്പാപ്പ വളരെ പ്രായം ചെന്ന അവസ്ഥയിലാണ് അദ്ദേഹം മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ പലരും മുഖത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, ഈ വൃദ്ധനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സഭ വലിയൊരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തില് സഭയ്ക്കൊരു ഉൾക്കാഴ്ച കൊടുക്കാൻ, നേർവഴിയിലൂടെ സഭയെ ദിശാബോധം കൊടുത്ത് നയിക്കുവാൻ ഈ വൃദ്ധനായ പാപ്പായ്ക്ക് ആവുമോ എന്ന് പലരും സംശയിച്ചു. പക്ഷേ മാർപ്പാപ്പ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം 2ാം വത്തിക്കാൻ സൂനകദോസ് വിളിച്ചുകൂട്ടി എന്നുള്ളതാണ്. സഭയുടെ 2000-ലേറെ വർഷത്തെ പാരമ്പര്യം. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷെറൈൻ ഓഫ് ഹോളി മേരിയിൽ തിരുനാളിനോടനുബന്ധിച്ച് തിരിപ്രദക്ഷിണം നടത്തി. കരുണകൊന്ത ചൊല്ലിക്കൊണ്ട് നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ലോകം
ഈശോയുടെ ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കട്ടെ. സീബ്ര ലൈനുകൾ മാഞ്ഞതുമൂലം തൊടുപുഴ നഗരത്തിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം അടയാളപ്പെടുത്തിയിരുന്ന സീബ്ര ലൈനുകൾ കാൽനട യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ നാളേറെയായി സീബ്ര ലൈനുകൾ മാഞ്ഞ് അവ്യക്തമായിട്ട്. മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ വീണ്ടും വരയ്ക്കുന്നതിന് അധികൃതർ തയ്യാറാകാത്തതുമൂലം നഗരത്തിലെ കാൽനട യാത്രക്കാർക്ക് ദുരിതമായിരിക്കുകയാണ്. മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ വീണ്ടും അടയാളപ്പെടുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ട് ഏറെ നാളുകളായി. സ്കൂൾ വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. സ്കൂൾ ജംഗ്ഷനുകളിൽ അടയാളപ്പെടുത്തിയിരുന്ന സീബ്ര ലൈനുകളും മാഞ്ഞുപോയ സ്ഥിതിയിലാണ്. റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടങ്ങൾ ഒഴിവാകുന്നത്. ഗാന്ധി സ്ക്വയർ, മാർക്കറ്റ് റോഡ്, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാഞ്ഞിരമറ്റം ജംഗ്ഷൻ എന്നിവ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സീബ്ര ലൈനുകൾ പൂർണ്ണമായി മാഞ്ഞുപോയ നിലയിലാണ്. സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നവർ ഓടി മാറുന്നത് കൊണ്ടാണ് തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച് കാൽനട യാത്രക്കാർക്കും സഹായകരമായ രീതിയിൽ ആവശ്യമായ സൂചനാ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ യഥാകാലം വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം ഇവ യാത്രക്കാർക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥയിലാണ്. BBC ന്യൂസ്, തൊടുപുഴ. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിലേക്ക് മറിഞ്ഞു വീണ മരം വെട്ടിമാറ്റാൻ 3 ദിവസമായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി. തൊടുപുഴ വിമലാലയം സ്കൂളിന് സമീപം നേതാജി നഗർ ഭാഗത്താണ് വെള്ളിയാഴ്ച ഉണ്ടായ കാറ്റിൽ ഇലക്ട്രിക് ലൈനിലേക്ക് റബ്ബർ മരം ഒടിഞ്ഞു വീണത്. ഇക്കാര്യം നാട്ടുകാർ KSEB അധികൃതരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് നേരിട്ട് പരാതി പറയുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒടിഞ്ഞു വീണ മരം വെട്ടിമാറ്റാൻ അധികൃതർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൊടുപുഴ വിമലാലയം സ്കൂളിനടുത്തുള്ള നേതാജി നഗറിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച ഒരു റബ്ബർ മരം ഒടിഞ്ഞ് KSEB ലൈനിലേക്ക് വീണു. കഴിഞ്ഞ ശനിയാഴ്ച അത് വീണിട്ടും KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞിട്ടും നേരിൽ കണ്ടു പറഞ്ഞിട്ടും ഇതുവരെ അതൊന്ന് ലൈനിലേക്ക് ഒടിഞ്ഞു വീണ മരം നീക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു നടപടി ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. VM സുധീരനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനാണ് സുധീരൻ ശ്രമിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി. തൊടുപുഴ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി കൃത്രിമക്കാലുകൾ വിതരണം ചെയ്തു. കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ മണക്കാട് റോഡ് ജംഗ്ഷനിൽ അപകടം തുടരുന്നു. ഇതുവഴി സഞ്ചരിച്ചാൽ ഏതു വാഹനവും അപകടത്തിൽപ്പെടുമെന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ. സീബ്ര ലൈനുകൾ മാഞ്ഞതുമൂലം തൊടുപുഴ നഗരത്തിൽ യാത്രക്കാർ വലയുന്നു. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. വിശുദ്ധനായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മനം നിറഞ്ഞ് ഫാദർ ഇമ്മാനുവേൽ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.todupuzha.com
vbcnews.തൊടുപുഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ VBC വാർത്തകൾ ലഭിക്കുന്നു. VBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.vbcnews.തൊടുപുഴ.com.